എന്തിനാ നബിയെ അങ്ങ് എപ്പോഴും ആ വൃദ്ധയായ ഖദീജയെ ഓർക്കുന്നത്? അങ്ങേക്ക് അല്ലാഹു സുന്ദരിയും കന്യകയും ചെറുപ്പവുമായ എന്നെ പകരം തന്നില്ലേ? ആയിഷ ബീവിയുടെ ഈ ചോദ്യം കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു: ഇല്ല ആയിഷ, ഇല്ല. ഖദീജയേക്കാൾ നല്ലത് അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. ജനം എന്നെ കള്ളനാക്കിയപ്പോൾ ഖദീജ എന്നിൽ വിശ്വസിച്ചു. ജനം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഖദീജ എന്നെ സ്വീകരിച്ചു. ഖദീജയോടുള്ള സ്നേഹം അല്ലാഹു എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു ആയിഷ. മക്കയിലെ പ്രമുഖ കോടീശ്വരിയും സുന്ദരിയുമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയെ വിവാഹം ചെയ്യും മുമ്പ് ബീവി 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ ഒരാൾ രോഗം വന്നും മറ്റൊരാൾ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലും മരണപ്പെട്ടു. ബീവിയുടെ പിതാവ് മക്കയിലെ വലിയ കച്ചവടക്കാരനായിരുന്നു. ഖദീജ ബീവിയും കച്ചവടത്തിൽ മികവ് പുലർത്തിയിരുന്നു. പിതാവും ഭർത്താവും മരണപ്പെട്ട ഏകയായ ബീവിയോട് വിവാഹാഭ്യർത്ഥനയുമായി പലരും വന്നെങ്കിലും ബീവി അതെല്ലാം നിരസിച്ചു. കച്ചവടത്തിനായി സത്യസന്ധത ഉള്ളവരെ കിട്ടാത്ത കാലത്താണ് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത മക്കക്കാർ അൽ അമീൻ എന്ന് വിളിക്കുന്ന മുത്ത് റസൂലിനെ കുറിച്ച് ബീവി അറിയുന്നത്. മഹദി ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കച്ചവടം ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്. കച്ചവടത്തിനായി പോയ സംഘം തിരിച്ചു വന്നത് വൻ ലാഭവുമായിട്ടായിരുന്നു. ശമ്പളവും വാങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ ശേഷം മഹദിയുടെ ജോലിക്കാരിയായ മൈസറ വിവരിക്കുന്നുണ്ട്: ബീവി, മുഹമ്മദ് ഒരു അത്ഭുതമാണ്. അയാൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ നമ്മുടെ സാധനങ്ങളുടെ കുറവുകൾ മറച്ചുവെച്ചില്ല. എല്ലാം തുറന്നു പറഞ്ഞിട്ടാണ് വിറ്റത്. എന്നിട്ട് പോലും ജനം എല്ലാം വാങ്ങി. ഒന്നും ബാക്കിയായില്ല. ഖദീജ ബീവിക്ക് ഒരുപാട് സന്തോഷമായി. മൈസറ വീണ്ടും തുടർന്നു: ഒരു സംഭവമുണ്ടായി. മുഹമ്മദ് ഒരു മരത്തിനടിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു ജൂത പണ്ഡിതൻ എന്നോട് വന്ന് ചോദിച്ചു: ആ മനുഷ്യൻ അനാഥനാണോ, നിരക്ഷരനാണോ? അതേ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്: മക്ക പർവ്വത നിരകളിൽ നിന്നും ഒരു നിരക്ഷരനായ ദൈവദൂതൻ വരാൻ സമയമായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മുത്തുനബിയെ പറ്റി കേട്ട കാര്യങ്ങളും നേരിൽ കണ്ടപ്പോൾ മനസ്സിലായ സ്വഭാവ വിശുദ്ധിയും കാരണം ഖദീജ ബീവിയുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാനം പിടിച്ചു. ബീവിക്ക് പ്രായം 40, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 25. ഖദീജ ബീവിയുടെ വിവാഹാലോചനയുമായി ദൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അങ്ങനെ ആ വിവാഹം നടന്നു. വിവാഹരാത്രിയിൽ അബൂജഹലും പ്രമാണിമാരും പറഞ്ഞു: അനാഥനും പണമില്ലാത്തവനുമായ മുഹമ്മദിനെ മാത്രമേ ഖദീജയ്ക്ക് കിട്ടിയുള്ളൂ. ഇതറിഞ്ഞ ബീവി അവരോടായിട്ട് പറയുന്നുണ്ട്: മക്കക്കാരെ, നിങ്ങൾ സാക്ഷി. എൻ്റെ മുഴുവൻ സ്വത്തും ഞാനിതാ മുഹമ്മദിന് നൽകുന്നു. ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനും ഞാൻ പാവപ്പെട്ടവളുമാണ്. ഇത് കേട്ട് പ്രമാണിമാർ വായ അടക്കി.